ഹായ് ഫ്രണ്ട്സ്, Hello there. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ക്രിഡ് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞായിരുന്നു ക്ലയൻറ്റും സെർവറും ഡാറ്റാബേസും ഒക്കെ തമ്മിലുള്ള ആ ഒരു ഫ്ലോയും കണക്ഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് കുറച്ച് 2-3 വീഡിയോസും കൂടെ അല്ലെങ്കിൽ ഇതേ റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിഡ് ഓപ്പറേഷൻസിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല. നമ്മളിതുവരെ ചെയ്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ചെയ്തിട്ടുള്ള, അതായത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള HTTP മെത്തേഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. അപ്പം ഈ ക്രിഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ക്രിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഈ ക്രിഡ് എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രിഡ് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും ഈ ഒരു 4 ഓപ്പറേഷൻസാണ് മെയിൻലി ക്രിഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു ക്രിയേറ്റും, അതായത് നമ്മൾ HTTP മെത്തേഡ്സിൽ ആ ഒരു വീഡിയോയിൽ, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു API എഴുതുമ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു യൂസർ ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു ഒരു പ്രൊഡക്ട്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു യൂസറിന് നമ്മുടെ സെർവറിലോട്ടോ ഡാറ്റാബേസിലോട്ടോ ഇത് ആ ഒരു API ആയിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു മെത്തേഡാണ് അതിന് മെയിനായിട്ടും യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ക്രിഡ് ഓപ്പറേഷൻ മെയിനായിട്ടും 4 ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്രിയേറ്റ്, നമ്മൾ ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഉള്ള ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ 2-3 വീഡിയോസ് അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്കത് ഭയങ്കര സ്മൂത്തായിട്ട് മനസ്സിലാക്കാനുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് വെച്ചിട്ട് API, അതായത് app.post, നമ്മൾ ഏതാണോ ഈ യൂസറിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ അപ്ലോഡ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ചെറിയൊരു അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ, അതായത് റീഡ് അതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ കാണണം അല്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റ വേണം എന്നൊക്കെ നമ്മൾ JSON-ൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു റീഡാണ് ഈ പറയുന്ന ഗെറ്റ്, അതായത് ഈ ഗെറ്റ് മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു യൂസറിനെ നമുക്ക് ഗെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യൂസേഴ്സിനെ നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന പോലെ ആ ഒരു സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ യൂസേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ അല്ലെങ്കിൽ മറ്റേ പുട്ട് പാച്ച്, നമ്മൾ അന്ന് ഡിഫറൻസ് ആയിട്ട് പറഞ്ഞായിരുന്നല്ലോ HTTP മെത്തേഡിൻ്റെ വീഡിയോയിൽ. നമുക്ക് ആ ഒരു പുട്ടും പാച്ചുമായിട്ടുള്ള ആ ഒരു റിലേഷനും ആ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നതാണ് പുട്ടും പാച്ചും. നമുക്ക് ഈ ഒരു അതായത് അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ 2 മെത്തേഡും HTTP മെത്തേഡും കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ് യൂസേഴ്സ് നെയിം എന്നൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ്. ഓക്കെ, ഇനി അടുത്ത ഡിലീറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറയുന്ന പോലെ തന്നെ ഡിലീറ്റ് ഒരു ഡാറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു യൂസറിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ യൂസറിനെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ, അത് എന്താണോ നമുക്ക് ആ വേണ്ട ഫംഗ്ഷൻ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഡിലീറ്റ് എന്ന് പറയുന്നത് app.delete. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് യൂസർ. ഓക്കെ, അപ്പോൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അവസാനം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ID, അതായത് ഈ ഒരു JSON ആയിട്ട് നമ്മൾ ഓൾറെഡി കാണിച്ചായിരുന്നു. JSON ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ JSON എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ,
ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരാളുടെ ID എടുത്തു, ആളുടെ നെയിം. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ആ ഒരു ക്രെഡ് HTTP മെത്തേഡ് എന്ന് വെച്ചാലും നമ്മൾ ഈ മുമ്പേ കാണിച്ച എക്സാമ്പിൾ തന്നെയാണ് അതിൻ്റെ ഈ മെയിൻ സംഭവങ്ങൾ. ആ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബാക്ക്-എൻഡ് പ്രോജക്റ്റാണ്, ഫുൾ സ്റ്റാക്ക് പ്രോജക്റ്റാണ്. ഇപ്പോൾ എക്സ്പ്രസ് ആണ് നമ്മളിപ്പോൾ നോഡ് server.js നമ്മൾ കൊടുക്കുന്നു, പിന്നെ npm സ്റ്റാർട്ട് കൊടുക്കുന്നു. അങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ ആരോ കീ, മേലോട്ടുള്ള ആരോ കീ ഒക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് കമാൻഡ്സ്, നമ്മൾ VS കോഡിൽ റൺ ചെയ്തിട്ടുള്ള പ്രീവിയസ് കമാൻഡ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൽ നമ്മൾ നേരത്തെ ഒരു ടെർമിനൽ എന്ന് പറയുന്ന ഒരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പാസ്വേഡ് പഠിച്ചു നമ്മൾ ലോഗിൻ ചെയ്താൽ ഇപ്പോൾ അയാളുടെ ആ ഒരു പ്രൊഫൈൽ ഡാഷ്ബോർഡ് കാണിക്കും. അപ്പോൾ ഇതാണ് അയാളുടെ ഡാഷ്ബോർഡ്. ഓക്കെ, നമുക്കിനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാം. അതായത് നമ്മളിപ്പോൾ ഇയാളെ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യണം. ചുമ്മാ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വിസിബിൾ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇതായിരിക്കും. എനിക്കും ഡാർക്ക് തീമാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം ചുമ്മാ എന്തെങ്കിലും ഒരു കൊടുക്കാം. ചുമ്മാ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഒരു ഇമെയിലും കൊടുക്കാം. ഇമെയിൽ അഡ്മിൻ എങ്കിൽ അഡ്മിൻ. ചുമ്മാ ഒരു നമ്പർ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇന്നുണ്ടാക്കാം അല്ലേ? ഓക്കെ, പിന്നെ ഉള്ളത് ഗ്രേഡ്, സ്കൂള്, ആനുവലി. ഓക്കെ, നമ്മൾ ഇനി സേവ് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ആ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സ്റ്റുഡൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത സ്റ്റുഡൻറ്റിനെ നമുക്ക് സെർവറിൽ ഡാറ്റാബേസിൽ ഉണ്ട്. അപ്പോൾ ആ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എടുത്തേക്കുന്നത് ഈ ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു URL. ഓക്കെ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇതിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ID ക്ലിക്ക് ചെയ്താലാണ് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ കിട്ടുക. അതല്ലാതെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു റൂട്ടാണിത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസറാണ് ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ ഡിലീറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഡിലീറ്റ് സ്റ്റുഡൻ്റ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു യൂസറിനെ രജിസ്റ്റർ ചെയ്തില്ലേ ഒരു സ്റ്റുഡൻറ്റിനെ, ആ സ്റ്റുഡൻറ്റിനെ രജിസ്റ്റർ ചെയ്തത് പോസ്റ്റാണ്. ഓക്കെ, ക്രിയേറ്റ് പോസ്റ്റ്. പിന്നെ ആ സ്റ്റുഡൻറ്റിനെ ഇപ്പോൾ ഈ ഒരു പേജിലേക്ക് നമ്മൾ ഫെച്ച് ചെയ്തെടുത്തതാണ് ഗെറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്ഡേറ്റും പുട്ടും പാച്ചും ഒന്നും അതിൻ്റെ ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അത് നമുക്ക് മനസ്സിലായല്ലോ. ഏതെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഇയാളുടെ നെയിം മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം മാറ്റണം എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പുട്ട് പാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇയാളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മുമ്പേ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ ഫെച്ച് ചെയ്ത്, അതായത് ഗെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഈ ഒരു കോഡുണ്ടല്ലോ, അതായത് students.js എന്ന് പറയുന്ന ഈ ഒരു റൂട്ടിൽ നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ഈ പറയുന്ന കോഡാണ് അതിന് ഉപയോഗിക്കുന്നത്. അതായത് ഈ request.body എന്ന് പറയുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. നിങ്ങളത് ആ വീഡിയോ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അതായത് ഈ പറയുന്ന ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതെല്ലാം ഓരോ JSON പോലെ നമ്മൾ ഈ request.body എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടേബിളിലോട്ട് ഈ പറയുന്ന ഡാറ്റാസ് എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും മറ്റേ പ്രൈമറി കീ എന്നൊക്കെ പറയുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനെയും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ID വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും. അതറിയാമല്ലോ. അപ്പോൾ ഇത് ഈ പൂൾ ക്വറി, അതായത് SQL നമ്മുടെ PostgreSQL ആ ഒരു ക്വറിയാണിത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പിന്നെ ഉള്ളത് യൂസർ ID,
പറയുന്ന പോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതെ ഈ റിട്ടേൺ ചെയ്യുന്ന കാര്യങ്ങളും ഇത് തന്നെ, ഈ സെയിം സാധനം തന്നെയാണ് അങ്ങോട്ടുള്ള, അതായത് ഫെച്ച് ചെയ്തെടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ റൂട്ടർ ഡോട്ട് ഗെറ്റ്, അതായത് നേരത്തെ നമ്മൾ റൂട്ടർ ഡോട്ട് പോസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അതെ റൂട്ടർ ഡോട്ട് ഗെറ്റ്. ഓക്കെ, ഈ ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ യൂസറിനെ ലിസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏതൊക്കെ യൂസർ, അതായത് ഒരു അക്കൗണ്ടിൽ ഒരു കുറച്ച് പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ യൂസറിന് മാത്രം ഈ ആഡ് ചെയ്തിട്ടുള്ള യൂസറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്, നമ്മുടെ കേസിൽ ഈ പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഈ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന റൂട്ടിൽ ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഈ ഒരു സ്റ്റുഡൻസിനെയൊക്കെ ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ഈ റൂട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിൽ യൂസർ @user.id ആ സംഭവങ്ങൾ, അതെല്ലാം ID സംഭവങ്ങളെല്ലാം യൂസറിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ റെസ്പോൺസ് നമുക്ക് ഇതുപോലെ JSON ആയിട്ട് റിസൾട്ട് റോ ആയിട്ട് തരണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ SQL കൊടുത്ത ഡാറ്റ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റൂട്ടർ ഡോട്ട് ഗെറ്റ് എന്ന് ഈ ഒരു /ID ഇട്ടേക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ID നമുക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓക്കെ, ആ ഒരു ID നമുക്ക് ഈ റൂട്ടർ ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്ന ഈ ഒരു /ID എന്ന് പറയുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ മുമ്പേ ഒരു യൂസറിനെ എടുത്തു, ആ യൂസറെ ക്ലിക്ക് ചെയ്താൽ ഈ യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വെച്ചെടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു /ID എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ആ ഒരു റൂട്ട് ആ ഒരു പർട്ടിക്കുലർ യൂസറിനെ ഇത് എടുക്കാൻ വേണ്ടി. അതുകൊണ്ടോ ഈ റിക്വസ്റ്റ് ഡോട്ട് പാരാമീറ്ററുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ കൂടുതലായിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തില്ല, വീഡിയോ ഒത്തിരി നീട്ടമായി പോകും. ഓക്കെ, അതുകൊണ്ട് റിക്വസ്റ്റ് ഡോട്ട് /ID എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ കോൺസ്റ്റന്റ് ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു വേരിയബിളൊക്കെ എന്താണ്, ആ ഒരു സംഭവങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് നിങ്ങൾ ആ ജസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അത് നമ്മൾ എന്തായിരുന്നു ഗെറ്റ്, അതായത് ആ യൂസറിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പുട്ടും പാച്ചും നമ്മൾ ഇതിൽ റൂട്ടായിട്ട് കൊടുത്തിട്ടില്ല, അതായത് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അത് ഇതിൻ്റെ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഡിലീറ്റ് ഓപ്ഷനും കൂടെ ഉണ്ട്. ആ ഡിലീറ്റ് ഓപ്ഷനാണ്, ഡിലീറ്റ് റൂട്ടാണിത്. ആ ഒരു പർട്ടിക്കുലർ ID ചെന്നിട്ട് ആ ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ച പോലെ ഇവിടെ ഈ ഡിലീറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്. ഇപ്പോൾ ഡിലീറ്റ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മളിത് കാണിച്ചു തരും. ഈ സ്റ്റുഡൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം അടിക്കുകയാണെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ID, യൂസർ ID. ഓക്കെ, മനസ്സിലായല്ലോ. ഈ ഒരു SQL ക്വറിയാണിത്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ് മഞ്ഞ കളറിൽ കാണിച്ചേക്കുന്ന എല്ലാ SQL ക്വറിയാണ്. ഓക്കെ, ആ ഒരു രീതി കൊടുത്തേക്കുന്നതല്ല. ഇതിപ്പോൾ നമ്മുടെ റിസൾട്ടാണ് നമ്മളിത് ഇവിടെ അങ്ങനെ ഒരു ID ഒരു സ്റ്റുഡൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ 404 നോട്ട് ഫൗണ്ട് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് തന്നെ കാണിക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി കാണിക്കും. റിസൾട്ട് റോസ്, അതൊക്കെ അത് റിസൾട്ട് JSON എന്ന് പറഞ്ഞ് കാണിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസോളിൽ എറർ കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ സെർവർ എറർ ആണെങ്കിൽ എന്താ എറർ ആണെങ്കിലും ആ എറർ അവിടെ കാണിച്ചു തരും നമ്മുടെ console.logൽ. അതായത് F12 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുമല്ലോ ഈ ഒരു സംഭവം. ഇവിടെയാണ് നമ്മുടെ എററും സംഭവങ്ങൾ JSON ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കൺസോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റുഡൻറ്റിനെ പേര് പോലും ഇല്ലാതെ ഈ സ്റ്റുഡൻറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കൺഫേം അടിക്കുന്നു, സ്റ്റുഡൻറ്റ് ഡിലീറ്റ് സക്സസ്ഫുള്ളി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ സ്റ്റുഡൻറ്റ് പോയി. ഇപ്പോൾ നമ്മുടെ ഇതിൽ നോക്കിയാലും pgadmin, അതായത് നമ്മുടെ PostgreSQL നോക്കിയാലും ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് ആ ഡാറ്റ കാണത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു യൂസറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തല്ലോ, മുമ്പേ പേരുണ്ടായിരുന്നത്, അയാൾ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അതവിടെ കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത ആ സ്റ്റുഡൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റുഡൻറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ സ്റ്റുഡൻറ്റിനെ കണ്ടോ, ഈ സ്റ്റുഡൻറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, അങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ SQLൻ്റെ ആ ഒരു സിറ്റുവേഷൻ കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓക്കെ, സ്റ്റുഡൻസ്
ഇത് കണ്ടോ, ഇപ്പോൾ ആ ഒരു റൂട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റാബേസിൽ ഈ വിസാഡ് മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആളെ ഇവിടെ നിന്ന് പോയി, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ആ ബാക്ക് എൻഡിൽ നിന്ന് ഇയാളോട് പറയുകയാണ് ഇതുപോലെ ഇവിടെ ആളെ നിർത്തണ്ട, അവരെ ഡിലീറ്റ് ചെയ്തേക്കെന്ന് പറയുന്ന പോലെ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മെയിനായിട്ടുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക്, നമുക്ക് ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക് തന്നെ ചൂസ് ചെയ്യാം. അല്ലാതെ ഫസ്റ്റ് തന്നെ 2-3 വീഡിയോ പറഞ്ഞിട്ട് അടുത്ത വീഡിയോ വലിയ വീഡിയോയിലോട്ട് പോകണ്ട. നമുക്ക് ഡീപ്പായിട്ടുള്ള ആ ഒരു ടോപ്പിക്കുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നോക്കി തന്നെ വലിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ എന്തായാലും പറയണം. ഓക്കെ, കമൻറ്റിലൊക്കെ പറയൂ. പിന്നെ എന്തെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റമൊക്കെ വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാതെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് പുറകോട്ടൊന്ന് 2-3 തവണ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഭാഗം ഒന്നുകൂടെ കേൾക്കാൻ പറ്റുമല്ലോ. ആ ഒരു രീതിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏറെക്കുറെ. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇത് താഴെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.